10th ഫിസിക്സ് വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പാഠമാണ്, അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലങ്ങൾ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയെ പറ്റിയും അതുപോലെ ജൂൾസ് ലോയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റിയുടെ ഒരു കഴിവാണ്. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുത്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ, കറണ്ട് കടത്തിവിട്ട് കഴിയുമ്പോൾ ആ കണ്ടക്ടർ ചൂടാവുന്നു. അപ്പോൾ അത് ആ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ആ കണ്ടക്ടർ ചൂടാവുന്നത്? നമ്മളൊരു കണ്ടക്ടർ എടുത്ത് അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണുകൾ നെഗറ്റീവ് എൻഡിൽ നിന്ന് പോസിറ്റീവ് എൻഡിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും. ആ ഒഴുകുന്ന ഓരോ ഇലക്ട്രോണുകളിലും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒഴുകുന്ന ഇലക്ട്രോണുകൾ ആ കണ്ടക്ടറിലുള്ള ആറ്റംസുമായി കൂട്ടിയിടിക്കുകയും ആ ഇലക്ട്രോണിലുള്ള കൈനറ്റിക് എനർജി ആറ്റമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ആറ്റമിലേക്ക് ആ കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മൂലം ഈ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ വൈബ്രേഷൻ, ആറ്റത്തിൻ്റെ ആ വൈബ്രേഷൻ മൂലമാണ് ആ കണ്ടക്ടറിൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതുമൂലമാണ് ഈ കണ്ടക്ടർ ചൂടാകുന്നത്. അപ്പോൾ ഇതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തായി നോക്കുന്നത് എന്താണ് ജൂൾ നിയമം. ജൂൾസ് ലോ എന്താണ്? ജൂൾസ് ലോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് അറിയുന്നത് ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ആ കണ്ടക്ടറിൽ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. രണ്ടാമത് അതിനകത്ത് ഒഴുകുന്ന അതിൻ്റെ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും. മൂന്നാമത് ആ കണ്ടക്ടറിലൂടെ കറണ്ട് എത്ര സമയം ഒഴുകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ചാലകത്തിൽ ഉണ്ടാകുന്ന എത്രമാത്രം ഹീറ്റ് ഉണ്ടാകുന്നു എന്നറിയുന്നത്. അപ്പോൾ ജൂൾസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും, അതായത് കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെയും ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും അതിലൂടെ എത്ര സമയം കറണ്ട് ഒഴുകുന്നു എന്നതിൻ്റെയും ഗുണനഫലമായിരിക്കും. അതായത് ഇത് മൂന്നിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത്. ഇതാണ് ജൂൾസ് ലോ. അപ്പോൾ ഈ ഇക്വേഷനുകളിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വേറെ ടേംസിൽ ഐയുടെയും ആറിൻ്റെയും ടി അല്ലാതെ വിയുടെയും ആറിൻ്റെയും അതേപോലെ തന്നെ വോൾട്ടേജും കറണ്ടും കൂടി ചേർന്നുള്ള ഇക്വേഷൻസൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് H=I²RT എന്നുള്ള ഇക്വേഷൻ അറിയാം. അതിന് A എന്നെടുത്തു. നമ്മൾ ഓംസ് ലോ എഴുതുകയാണ്. ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറയുന്നത് IR ആണ്. V=IR ആണ്. ഇതിൽ നിന്ന് നമ്മൾ I എന്താണെന്ന് കണ്ടുപിടിച്ചു. അതും V/R എന്ന് കിട്ടി. ഇനി H=I²RT എന്ന ഇക്വേഷനിൽ നമ്മൾ ഈ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് H=V²T/R എന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ വോൾട്ടേജും ടൈമും റെസിസ്റ്റൻസും ആണുള്ളത്. അതുപോലെ ഇനി വേറൊരു ടേംസിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇവിടെ V=IR ൽ ആറിൻ്റെ വാല്യൂ നമുക്ക് V/I എന്ന് കിട്ടി. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ നമ്മൾ H=I²RT എന്ന ഇക്വേഷനിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും, H=V/I/T. അങ്ങനെ ജൂൾസ് ലോയുടെ ആ ഇക്വേഷൻ നമുക്ക് വേറെ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ജൂൾസ് ലോ. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് ഈ ഹീറ്റിംഗ് എഫക്റ്റ്, ഇലക്ട്രിസിറ്റിയുടെ ഈ ഹീറ്റിംഗ് എഫക്റ്റ് മൂലം വർക്ക് ചെയ്യുന്ന ചില ഉപകരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് അയൺ ബോക്സ്, ഹീറ്റർ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഈ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു കോയിലാണ്. അപ്പം ഈ കോയിലാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സാധാരണയായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന കോയിലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹമാണ് നിക്രോം. അതൊരു അലോയിയാണ് നിക്രോം. അതായത് നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയണിൻ്റെയും സിലിക്കണിൻ്റെയും മാംഗനീസിൻ്റെയും അലോയിയാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ കാരണം ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, അതായത് പ്രതിരോധം വളരെ കൂടുതലാണ്. നമ്മുടെ ജൂൾസ് ലോയുടെ ഇക്വേഷൻ പ്രകാരം H എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IRT ആണ്. അതായത് കറണ്ടിനും റെസിസ്റ്റൻസിനും ടൈമിനും അനുപാതമായിരിക്കും Hനുണ്ടാകുന്ന മാറ്റം. അതായത് റെസിസ്റ്റൻസ് കൂടിയാൽ H കൂടും, I കൂടിയാൽ, കറണ്ട് കൂടിയാൽ H കൂടും. അതുപോലെ സമയം ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഹീറ്റിംഗ് എഫക്റ്റ് കൂടും. അപ്പോൾ ഇത് റെസിസ്റ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ പ്രതിരോധം കൂടിക്കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് കൂടും. രണ്ടാമത്തത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ
അത്രയും ഡിഗ്രി സെൽഷ്യസ്, അത്രയും ടെമ്പറേച്ചർ കഴിഞ്ഞാൽ മാത്രമേ ഈ നിക്രോം എന്ന് പറയുന്ന ലോഹം ഉരുകി പോവുകയുള്ളൂ. അപ്പം ഏറ്റവും വലിയ ടെമ്പറേച്ചറിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും. അടുത്തത് മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിയ ടെമ്പറേച്ചറിലൊന്നും ഓക്സിഡേഷൻ ഒന്നും സംഭവിക്കുകയില്ല. ഇതാണ് മൂന്നാമത്തെ ഗുണം. ഇത് ഓക്സിഡേഷൻ റെസിസ്റ്റൻ്റ് ആണ് വലിയ ടെമ്പറേച്ചറുകളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിക്രോമിനെ ഈ പറഞ്ഞ ഉപകരണങ്ങളിലൊക്കെ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്തതായിട്ട് വിടുന്ന വീഡിയോ സേഫ്റ്റി ഫ്യൂസുകളെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു മനസ്സിലായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തതനുസരിച്ച് എനിക്ക് അടുത്തൊരു വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ എനിക്കത് അറിയാൻ പറ്റൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.